നമ്മൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ട് ആ പ്രവൃത്തികൾ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ല, അദ്ദേഹം അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒറ്റപ്പെടലുകളുണ്ട്, അല്ലേ? മദ്യപാന്മാർ, കല്യാണ വീട്ടില് മദ്യപാന്മാരെല്ലാം കൂടുന്നെടുത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ വേണ്ടി പോയി. ഞാനും വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു മോനുണ്ട്, ആ വീട്ടിലെ മോൻ. അദ്ദേഹം പണ്ട് ഖത്തറിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഗൾഫിൽ നിന്നൊക്കെ മദ്യമൊക്കെ കൊണ്ടുവരുമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ എല്ലാ കൂട്ടുകാർക്കൊക്കെ മദ്യമൊക്കെ വാങ്ങിക്കൊടുക്കും. ഇപ്പൊ അദ്ദേഹം അതെല്ലാം നിർത്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു രോഗം കടന്നു വന്നു. അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പരിപാടികളെല്ലാം നിർത്തി, ഇപ്പൊ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കസിൻസിന്റെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെല്ലും. ആ സമയത്ത് അദ്ദേഹം അവിടെ ചെല്ലുമ്പോ അന്ന് കൂടെ മദ്യപിച്ചവരും അന്ന് കൂടെ നടന്നവരും ഇദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചു, അതിൽ നിന്ന് മാറി, അതെല്ലാം വേണ്ടെന്ന് വെച്ച് വേറൊരു സ്വഭാവത്തിനുടമയായപ്പോൾ ഈ അനീതിപരമായ പ്രവർത്തികൾ വേണ്ടെന്ന് വെച്ചപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ. അദ്ദേഹം ഇരിക്കെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളോട് സംസാരിക്കുക, കൂടെ വന്ന ആളുകളോട് നിങ്ങൾക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട് എടുത്ത് കഴിച്ചോളം പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും അവരെന്ത് ചെയ്യാണ്? അവോയ്ഡ് ചെയ്ത് സംസാരിക്കുക. ഇദ്ദേഹം അവിടെ വെറുതെ ഇരുന്നാലും വന്ന് സംസാരിക്കുകയില്ല. പക്ഷെ കൂടെ വന്ന കൂട്ടുകാരോട് അല്ല മറ്റുള്ള വ്യക്തികളെ കാണുമ്പോൾ, മറ്റ് കസിൻസിനെ കാണുമ്പോൾ അവരോട് കൂടുതൽ സംസാരിക്കുന്നു, കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുന്നു, കൂടുതൽ സമ്പർക്കങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ നടുവിൽ പൗലോസോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാനത് പറഞ്ഞ് അങ്ങ് വിടുകയാണ്. 15-ാം വാക്യത്തിൽ, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇതൊക്കെ എത്ര അർത്ഥവത്തായ പദങ്ങളാണെന്നറിയാമോ, വാക്യങ്ങളാണെന്നറിയാമോ? ഇന്നത്തെ ദൈവസഭയിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒരു കാര്യം, ഒരു ന്യായപ്രമാണവുമില്ലാത്ത വ്യക്തികൾ ചെയ്യുന്ന വ്യക്തമായ പ്രവർത്തനങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു, അല്ലേ? അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? ഈ ദൈവത്തിന്റെ വചനം എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ മാംസപലകയായ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഉണ്ടോ? അത് കാണാറുണ്ടോ? ആമേൻ. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഇതാണ് മനസാക്ഷിയിലൂടെ ദൈവിക വെളിപ്പാടുണ്ടാകുന്നു. അവരുടെ ഹൃദയത്തിന്റെ ചിന്തകളിലും വിചാരങ്ങളിലും മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാണ്? അനീതിയാണ്, തെറ്റാണ്. അത് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന, പാട്ടുപാടുന്ന, അന്യഭാഷ പറയുന്ന നമുക്ക് മാത്രമല്ല, ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിയുടെയും അകത്ത് ഒരു ആത്മാവുണ്ട്, ഒരു മനുഷ്യാത്മാവുണ്ട്. ഈ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കണക്റ്റ് ആവും. അങ്ങനെ ആ ഒരു കണക്ഷനകത്ത് തെറ്റാണ്, ശരിയാണ്, ഇത് ഏതാണെന്ന് അവിടെ മനസാക്ഷിയിൽ തന്നെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ നല്ല നിലയിൽ നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. പിശാചിന്റെ ദുരാത്മാവ്, അശുദ്ധാത്മാവ് കയറി തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. ഇതിപ്പോ വന്നു 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 നമ്മുടെ ദൈവമക്കളിടയിലും ഉണ്ട്. എന്നാൽ ദൈവവചനപ്രകാരം വിശുദ്ധിയോടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്ന നിലയിൽ നാം പ്രവർത്തിക്കുന്ന ഒരു മാനസാന്തരം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഈ പൊതുവായ വെളിപ്പാടിനകത്ത് ദൈവം മനുഷ്യന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഞാൻ അതിന്റെ ആ ലാസ്റ്റ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ.
ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുന്നു. അത് ഒരു പ്രത്യേക വെളിപ്പാട് എന്നുള്ളതാണ്. ഈ പ്രത്യേക വെളിപ്പാടിനകത്ത് ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ റെവലേഷൻ. സ്പെഷ്യൽ റെവലേഷൻ പൊതു വെളിപ്പാടിൽ നിന്ന് വിഭിന്നമായ ഒരു കാര്യമാണ് പ്രത്യേക വെളിപ്പാട്. അത് പ്രത്യേക ഒരു കാലയളവില്, ഒരു പരിതസ്ഥിതികളില്, ഒരു പ്രത്യേക നിലകളിലും തന്നെ വെളിപ്പെടുത്തുന്ന പ്രത്യേക നിലകളിലുമുള്ള വെളിപ്പാടിലൂടെ നമ്മൾ ദൈവത്തെ കാണുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പൊതുവെളിപ്പാടിൽ നിന്നും വിഭിന്നമാണ് പ്രത്യേക വെളിപ്പാട്, അല്ല സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുമ്പോൾ ഹെഡിങ് പറയുമ്പോൾ ഇത് മറ്റ് പൊതുവായ വെളിപ്പാടിൽ നിന്ന് വിഭിന്നമാണ്. പ്രത്യേക കാലയളവിൽ പരിതസ്ഥിതികൾ എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിനനുസൃതമായി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അത് പ്രത്യേക നിലകളിലും തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ നമ്മളിവിടെ കാണുന്നത്. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം ഏതെങ്കിലും ഒരു വിഷയത്തെ, സാഹചര്യത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാൻ, വിഷയങ്ങളെ ഓവർകം ചെയ്യാൻ, മറികടക്കാൻ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ഒരു പ്രത്യേക കാലയളവിൽ, പ്രത്യേക സമയത്ത് മാത്രം ദൈവം ചെയ്യുന്ന പ്രവർത്തികളെയാണ് പ്രത്യേക വെളിപ്പാട് അല്ലെങ്കിൽ സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാട് വിവിധ നിലകളിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാട് വിവിധ നിലകളിൽ. ഒന്ന്, അത്ഭുത പ്രവൃത്തികളിലൂടെ. അത്ഭുത പ്രവൃത്തികളിലൂടെ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ.
ഓക്കെ. അത്ഭുത പ്രവർത്തികൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് കാണാനുണ്ട് അല്ലേ? ദൈവം തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും അന്നും ഇന്നും ഇടപെടുന്ന ദൈവമാണ്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. കാരണം മോശയോടുള്ള ബന്ധത്തിൽ യഹോവയായ ദൈവം പറഞ്ഞു, മോശേ, നീ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ പറഞ്ഞു. മോശ തിരിച്ചെന്താ പറഞ്ഞു മറുപടി? നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ചുണ്ടൊക്കെ അനങ്ങുന്ന കാണുമ്പോൾ എനിക്കറിയാം. മോശ തിരിച്ചെന്താ മറുപടി പറഞ്ഞേ? തങ്ങമാനിയുടെ പാത്രം നെറ്റിയെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അൺമുട്ടിയെ നിങ്ങൾക്ക് പറയാം. വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ് അല്ലേ? ഉടനെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? മോശയോട് ദൈവം പറഞ്ഞില്ല, ഇപ്പം ഈ സെക്കൻഡിൽ ഞാൻ നിന്റെ വിക്ക് മാറ്റാൻ പോവാ, ഇപ്പം ഈ സെക്കൻഡിൽ നിന്നെ തടിച്ച നാവ് മാറാൻ പോവാ എന്ന് പറഞ്ഞോ? ഇല്ല. ആ സാഹചര്യത്തിൽ മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ വിക്ക് മാറ്റുന്ന കാര്യവും നിന്റെ തടിച്ച നാവ് മാറുന്ന കാര്യമല്ല, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ദൈവിക ഉദ്ദേശത്തിനു വേണ്ടി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികൾ മനുഷ്യന്റെ കാൽക്കുലേഷൻ പോലെയല്ല. മനുഷ്യന്റെ ചിന്തകൾ പോലെയല്ല. മനുഷ്യന്റെ വിചാരങ്ങൾ പോലെയല്ല. മോശയുടെ കാഴ്ചപ്പാടിൽ എന്റെ വിക്ക് മാറി എനിക്ക് നന്നായിട്ട് സംസാരിക്കാം, തടിച്ച നാവൊക്കെ ഉള്ളവനായതുകൊണ്ട് എനിക്ക് വിക്കുള്ളത് കൊണ്ട്, അപ്പൊ ഇത്രയും ലക്ഷം ജനത്തെ നയിക്കാൻ ഞാൻ ഇത്ര സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ എന്നെ കൊണ്ട് ഈ ജനത്തെ നയിക്കാൻ പറ്റുമെന്ന മോശയുടെ വിചാരം. പക്ഷെ ദൈവത്തിന് വിചാരം അങ്ങനെയല്ല. ദൈവം പറഞ്ഞത്, നിനക്ക് ഈ ജനത്തെ നയിക്കാൻ വേണ്ടുന്ന എല്ലാ സോഴ്സും ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഈ അതോറിറ്റി മാത്രം നീ കയ്യിലേന്തിയാ മതി. മനസ്സിലായോ? ശരിക്കും ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മോശയ്ക്കുണ്ടായിരുന്ന ശരിക്കും അതോറിറ്റി ആയിരുന്നു. മോശ കാര്യമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ മോശ എവിടെയെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ, മോശ കൈ ഉയർത്തിയാൽ, മോശയുടെ വടിയൊന്ന് നീട്ടിയാൽ അതിനകത്തൊരു അതോറിറ്റി ദൈവം, അതൊരു അത്ഭുതമാണ്, അതൊരു അടയാളമാണ്, ഒരു ദൈവപ്രവൃത്തിയാണ്. അപ്പൊ മോശയിലൂടെ ദൈവം വെളിപ്പെട്ടത് കണ്ടോ എങ്ങനെയാണ്? മോശ വിചാരിച്ച പോലെയാണോ? മോശ ചിന്തിച്ച പോലെയാണോ? പ്രിയമുള്ളവരെ, നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, നിങ്ങളുടെ കുറവ് പറഞ്ഞത് ഇല്ലാണ്ടാക്കരുത്, നിങ്ങളുടെ ബലഹീനത പറഞ്ഞ് ഇല്ലാണ്ടാക്കരുത്. പ്രസംഗിക്കാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ടോ? പ്രാർത്ഥിക്കാനാണോ കഴിവ് തന്നിരിക്കുന്നേ? പാട്ട് പാടാനാണോ കൃപ തന്നിരിക്കുന്നേ? അല്ല, ലീഡർഷിപ്പിലാണോ ദൈവം കൃപ തന്നിരിക്കുന്നേ? തന്നിരിക്കുന്ന അങ്ങ് ചെയ്തോന്നേ. ഞാന് ഇത് ഓൺലൈനിൽ റെക്കോർഡാണ്, എന്നാലും ഞാൻ സാറിനോട് പറയാ, ലോക
പ്രസിദ്ധനായ ഗായകന്മാര് പാടിയ പാട്ട് കേൾക്കും എല്ലാരും, പക്ഷെ ദൈവസാന്നിധ്യം ഇല്ല. പക്ഷെ ഒരു സ്വരരാഗവും അറിയാത്ത, ഇതിനെപ്പറ്റി വലിയ പഠിത്തവും ഇല്ലാത്ത പാവപ്പെട്ട സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ ദൈവകൃപയിൽ ആശ്രയിച്ചു 4 ലൈൻ പാട്ട് പാടിയാൽ മതി, അതിനകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങും. അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള അതോറിറ്റി അതാണ്. മറ്റേത് പ്രൊഫഷണലായി പഠിച്ചു, ദൈവം ഒരു സൗണ്ട് കൊടുത്തതുകൊണ്ട്, കഴിവുള്ളതുകൊണ്ട് പാടി, പക്ഷെ ദൈവസാന്നിധ്യം ഇല്ല. അപ്പൊ ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്തുമാകട്ടെ, അത് ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്താൽ നിന്റെ ബലഹീനതകളിൽ തികഞ്ഞ ഒരു ദൈവമുണ്ട്. അതൊരു അടയാളമാണ്, ഒരത്ഭുതമാണ്. അവിടെ എന്ത് കുറവുണ്ടെന്ന് നികത്താൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ദൈവം അതിനുള്ള ആളെ ഒരുക്കുമെന്നേ. അപ്പോൾ ഇവിടെ ഈ 4-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ പഠിക്കുമ്പോൾ ചെങ്കടലിൽ ഇറങ്ങി വന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവജനത്തിനു വേണ്ടി രക്ഷയ്ക്കായി ദൈവം ഇറങ്ങി വന്നു, അല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്കായി ദൈവം ഇറങ്ങി വന്നു, അത്ഭുതകരം ഇറങ്ങി വന്നു. അതേ സമയത്ത് മിസ്രയീമ്യരുടെ മേൽ ന്യായവിധിയായിട്ട് ദൈവം വന്നത്. കേട്ടോ, ഒരേ മാർഗം, ഒരേ അത്ഭുതം, ഒരേ വഴി, ഒരേ സ്ഥലം. ഒരു കൂട്ടർക്കത് രക്ഷയായി തീർന്നെങ്കിൽ മറ്റൊരു കൂട്ടർക്കത് ന്യായവിധിയായി തീർന്നു. ഇതാണ് ദൈവിക വെളിപ്പാടിന്റെ പ്രത്യേകത. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേക ജനത്തിനു വേണ്ടി, പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതമാണ്. ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ അതാണ് വായിച്ചു കേട്ടത്. നിങ്ങൾ 4 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ വായിക്കണം, വിശദീകരിക്കുന്നില്ല ഞാൻ. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 14 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ, പുറപ്പാട് പുസ്തകം 14, 15 അധ്യായം, യോശുവയുടെ പുസ്തകം 4, 5 അധ്യായം. ഈ 2 സ്ഥലങ്ങളിൽ കാണുന്നത് യോർദാനാണ്. യോർദാൻ മാറായ മധുരമാക്കി, ദൈവം മന്ന കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളമൊരുക്കി, ഇപ്പൊ നോക്കണം, എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എത്ര പ്രശ്നസങ്കീർണമായ അവസ്ഥയുടെ കടന്നുപോയാലും, ആ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. എന്താണ് അത്ഭുതം? ഈ അത്ഭുത പ്രവർത്തികളിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട്, അധികാരം കൊണ്ട്, ബലം കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്. പ്രകൃതി പോലും പ്രകൃതിയുടേതാകുന്ന ഒരു ഘടനയുണ്ട്, അല്ലേ? പ്രകൃതിക്ക് പ്രകൃതിയുടേതാകുന്ന ഒരു ഘടനയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. എന്താണത്? പ്രകൃതിയുടേതായ സ്വഭാവം എന്താണ്? ഘടന എന്താണ്? ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, വെള്ളം എപ്പോഴും താഴേക്കല്ലേ ഒഴുകുന്നേ? മരുഭൂമിയില് കാടപ്പക്ഷിയെ കൊണ്ടുപോയി നിർത്തിയില്ലേ? മന്ന ദൈവം കൊടുത്തില്ലേ? മഞ്ഞ് പെയ്യുന്ന പോലെ മന്ന പെയ്തുകൊണ്ടിരിക്കുക. 40 വർഷം വസ്ത്രം മുഷിഞ്ഞില്ല, വസ്ത്രം കീറിയില്ല,
ചെരുപ്പ് തേഞ്ഞില്ല. പക്ഷെ പ്രകൃതിയാൽ അങ്ങനെയാണോ? വസ്ത്രം കീറും പഴകിയാൽ. 40 വർഷം ഒരു ഷർട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെ പിന്നെ ഉപയോഗിക്കാതെ എന്ത് ചെയ്യണം? തേച്ച്. ഞങ്ങളുടെ ഇവിടെ ഒരു ദേവദാസനുണ്ട്, നമ്മുടെ സുഹൃത്താ. അദ്ദേഹം വിവാഹ സമയത്തെടുത്ത അദ്ദേഹത്തിന്റെ ഉടുപ്പുണ്ട്. അന്നും ഇന്നും അദ്ദേഹത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ വണ്ണമൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അന്നത്തെ വണ്ണവും ഇന്നത്തെ വണ്ണമൊക്കെ സെയിമാ. പക്ഷെ അദ്ദേഹം വിവാഹത്തിന് കിട്ടിയ ആ ഉടുപ്പും ആ പാൻറ്റും, പാൻറ്റിനെ എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഉടുപ്പ് അതൊക്കെ എല്ലാ വർഷവും ആനിവേഴ്സറി ആകുമ്പോൾ ആ ഉടുപ്പ് എടുത്തിടും. അത് കഴിയുമ്പോൾ അത് കഴുകി വൃത്തിയാക്കി തേച്ച് മടക്കി അലമാരി വെക്കും. അങ്ങനെ വേണം 100 കൊല്ലം ഇടാം. കാരണം പിന്നെ അത് ഉപയോഗിക്കുന്നില്ല. എന്നാലും അതിനൊരു പഴക്കം വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ അടുത്തുള്ള സുഹൃത്താണ്, ഞാൻ പറഞ്ഞ നമ്മുടെ ഷായി സാറിന് അറിയാം, ഞാൻ ഇപ്പൊ പേര് പറയുന്നില്ല. ഏതെല്ലാം ഐറ്റങ്ങൾ സുഹൃത്തുക്കളാകുമ്പോൾ കൊള്ളെന്നറിയോ? ഒന്നും പറയണ്ട. സ്തോത്രം. ഇതുപോലെയൊക്കെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പോ ഈ ഇസ്രായേൽ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് അസാധ്യമായി നിൽക്കുന്ന വിഷയത്തിന്റെ മുൻപിൽ, നടക്കില്ല എന്ന് പറയുന്ന വിഷയത്തിന് മുൻപിൽ, ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്ന വിഷയത്തിന് മുൻപിൽ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ യഹോവയായ ദൈവം നേരിട്ടിറങ്ങി വന്ന് തന്റെ ജനത്തിനു വേണ്ടി ഇടപെട്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. മോശയുടെ കാലത്ത്, യോശുവയുടെ കാലത്ത്, അബ്രഹാമിന്റെ കാലത്ത്, യോസഫിന്റെ കാലത്ത്, പിന്നെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ന്യായപാലനം ചെയ്ത ദെബോര ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഡിവിസി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ദെബോരയെ പറ്റി പ്രസംഗിച്ചായിരുന്നു. എനിക്കൊന്ന് ഇന്ദുലേഖ സിസ്റ്ററുടെ നമ്മുടെ മീറ്റിംഗിലാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ശിംശോന്റെ കാലത്ത്, ശമൂവേലിന്റെ കാലത്ത്, അതുപോലെ നമ്മുടെ ഒത്തിരി പിതാക്കന്മാരുടെ കാലത്ത് ദൈവം ഇതുപോലുള്ള അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്തു. ഏലിയാവിന്റെ കാലത്ത്, അല്ലേ? ഏലീശയുടെ കാലത്ത്, എസ്തേറിന്റെ കാലഘട്ടം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, യോശുവയുടെ കാലം, യെശയ്യാവിന്റെ കാലം, യിരെമ്യാവിന്റെ കാലഘട്ടം, യെഹെസ്കേലിന്റെ കാലഘട്ടം. ഈ അസ്ഥികൾ ജീവിക്കുമോ? ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. ആ സാഹചര്യത്തിൽ ഒരു സൈന്യത്തെയാണ് കാണുന്നത്. നാം കാണുന്ന അസ്ഥിയെ, ദൈവം കാണുന്ന ഒരു സൈന്യത്തെ. ഇന്ന് ഈ ഡിവിസിൽ ഞാൻ അത് പറഞ്ഞപ്പോൾ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ ദൈവാത്മ തരികയാണ്. ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് അസ്ഥിയായിരിക്കാം, സാധ്യതയില്ല. ദൈവം കാണുന്ന ഒരു സൈന്യമാണ്. ആമേൻ. ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ അങ്ങനെ അനേക പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ കടന്നുപോയപ്പോൾ, തന്റെ ജനം കടന്നുപോയപ്പോൾ, തന്റെ മക്കൾ കടന്നുപോയപ്പോൾ അവിടെ വെളിപ്പെട്ട ദൈവം. ദാനിയേലിന്റെ കാലഘട്ടം, തീച്ചൂള, സിംഹക്കൂട്, അല്ലേ? ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാലയളവിൽ രക്തസ്രാവക്കാരി, പത്രോസിന്റെ അമ്മായിമ്മ, യായിറോസിന്റെ മകൾ, കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു, പച്ചവെള്ളം വീഞ്ഞാക്കി, ലാസറ്, പത്രോസും യോഹന്നാനും ദേവാലയ കവാടത്തിൽ എത്തിയപ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു, നസറനായ യേശുവിന്റെ നാമത്തിൽ എഴുതി നടക്കാൻ പറഞ്ഞു.
ആമേൻ. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം, യോഹന്നാൻ തിളച്ച എണ്ണയിലേക്ക് ഇട്ടു, നല്ല കൂളിംഗ് വാട്ടറിനകത്ത് വീണ പോലെയായി. പത്മോസിലേക്ക് നാട് കടത്തി, പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ വാഗ്ദത്തമുള്ളവൻ തിരിച്ചു വന്നു. പോയവരാരും വന്നില്ലാത്ത കണക്കായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, ഈ ക്ലാസ് വേറൊരു ലെവലിലോട്ട് ദൈവം മാറ്റുക. പോയവരാരും തിരിച്ചു വന്നതായിട്ട് നിങ്ങൾക്ക് ഒരു കേൾവി പോലും കേൾക്കാൻ കഴിഞ്ഞു കാണുകയില്ല. പോയവരെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചു, ആരും തിരിച്ചു വന്നിട്ടില്ല. ഒരു ടെസ്റ്റ് മണിയും നിന്നെ കേട്ടിട്ടില്ല, ഒരു സാക്ഷ്യവും കേൾക്കുന്നില്ല, ഒരു സന്ദേശവുമില്ല. പോയവന്റെ ഒരു ചരിത്രവും പിന്നെ തിരിച്ചു വന്ന് കണ്ടിട്ടില്ല. പത്മോസിന്റെ ദ്വീപിൽ പോയവരാരും തിരിച്ചു വന്ന ചരിത്രമില്ല. പക്ഷേ യോഹന്നാൻ പോയാൽ തിരിച്ചു വരും. ആമേൻ. നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ വിഷയത്തിനകത്ത് നടക്കില്ല, പോയാൽ തിരിച്ചു വരില്ല, അതിന് കിട്ടാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല, അത് മറന്നേക്ക്, അല്ലേ? ഇങ്ങനെ പറഞ്ഞ വിഷയത്തിനകത്ത് ഈ അത്ഭുത പ്രവർത്തികളിലൂടെ ഒരു പ്രത്യേക വെളിപ്പാട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ, ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അതിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഒരു അസാധാരണമായി അത് നിങ്ങളുടെ കുടുംബത്തിലും കാണുമെന്ന് ഞാൻ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുക. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പോയി, കപ്പൽ ഛേദം വന്നു, അണലി കടിച്ചു, മെലീത്ത ദ്വീപിൽ പോയി പെട്ടു. അങ്ങനെ എത്ര സംഭവങ്ങൾ ആദിമസഭയിൽ ഉണ്ടായി. എന്നാൽ ദൈവിക വാഗ്ദത്തമുള്ളവരോട്, ദൈവം തെരഞ്ഞെടുത്തവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ, തക്ക സമയത്ത്, നമ്മുടെ കാഴ്ചപ്പാടിൽ ഒന്നും സാധ്യമല്ല, പക്ഷെ വിതിൻ മിനിറ്റുകൾ, വിതിൻ സെക്കൻഡുകൾ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നിന്നെ നിന്ദിച്ച, നിന്നെ തള്ളിയ, നിന്നെ ഒറ്റപ്പെടുത്തിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. ഓക്കെ, അങ്ങനെ പറഞ്ഞു പോയ ഒത്തിരി കാര്യം പറഞ്ഞു, നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവില്ല. അപ്പോൾ യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40, 41, 42 വാക്യം. The book of John, chapter 11, verse 30, 41, 42. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 41, 42 വാക്യങ്ങൾ. ഹല്ലേലൂയ. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നുവെങ്കിലും നീ എന്നെ അയച്ചു എന്നും ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. നോക്കണം, യേശു ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും ദൈവമഹത്വത്തിന്, പിതാവിന്റെ മഹത്വം മാത്രമായിരുന്നു അവിടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ മുഴുവനും ദൈവമഹത്വത്തിനായിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. അതിലൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ യേശുക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളുടെ അത്ഭുത പ്രവർത്തികളെ അവിടം കൊണ്ട് അങ്ങ് പറഞ്ഞു തീർക്കുകയല്ല. യേശു ലാസറിനെ ഉയർപ്പിച്ചു, അല്ലേ? ആ ഒരു അത്ഭുതം അവിടം കൊണ്ട് അങ്ങ് തീർന്നു പോയോ? 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 12-ന്റെ 1 വായിച്ചേ.
യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്ത ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു കുറുകയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസർ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. ആമേൻ. പന്തിയിൽ ഇരിക്കേണ്ട ലാസർ കഴിഞ്ഞ അധ്യായത്തിൽ എവിടെ കിടന്നേ? കല്ലറയ്ക്കകത്ത്. ഹലോ, കഴിഞ്ഞ അധ്യായത്തിൽ നീ കല്ലറയ്ക്കകത്ത് കിടന്നവനായിരിക്കാം എന്ന് പറഞ്ഞ നോ മോർ ചോയ്സ്, നോ മോർ ചാൻസ്. പക്ഷെ 12-ാം അധ്യായത്തിൽ നീ യേശു ക്രിസ്തുവിനോട് കൂടെ പന്തിയിൽ ഇരിക്കേണ്ടവനാണെങ്കിൽ ഏത് കല്ലറയ്ക്കകത്ത് പോയാലും പുറത്തു കൊണ്ടുവരും. ആമേൻ. ദൈവനാമം മഹത്വം വെളിപ്പെടേണ്ടതാണെങ്കിൽ ദൈവത്തിന് അതിനകത്തൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആരൊക്കെ തള്ളിയാലും കെട്ടിയാലും കുഴിച്ചിട്ടാലും ആമേൻ, ആരൊക്കെ എവിടെ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും നാറ്റം വെച്ചെന്ന് പറഞ്ഞാലും 4 ദിവസം ആയെന്ന് പറഞ്ഞാലും പുറത്തു വരുന്നൊരു സമയമുണ്ട് അല്ലേ? ഇരിക്കുന്ന ഇപ്പം യേശുക്രിസ്തുവിന്റെ കൂടെയാണ്. ശാപ്പാടടിക്കാതിരിക്കുക. ഇത് കാണുമ്പോൾ പലരുടെ കണ്ണു തള്ളും. നിന്നിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി പുറത്തു വരുമ്പോ അത് അനേകർക്കൊരു അത്ഭുതമായി മാറും. അത് അനേകർക്കൊരു ആശ്ചര്യമായി മാറും. ആമേൻ. ആദിമസഭ ക്രിസ്തീയ സഭയിലും അനേക അത്ഭുതങ്ങൾ നടന്നു. ഇതിലൂടെയെല്ലാം ദൈവം തന്റെ ദൈവത്വവും ദൈവം തന്റെ അധികാരവും ദൈവം ആരാണെന്നും പഴയ നിയമ കാലഘട്ടങ്ങളിലും പുതിയ നിയമത്തിലും ഈ പ്രസന്റ് സിറ്റുവേഷനിലും ഇന്നും ദൈവം അത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനി എന്തെല്ലാം പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ഇനി നിരീശ്വരവാദം പറഞ്ഞാലും ദൈവം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്തത് ഒരു മനുഷ്യനും കണ്ണിക്കാൻ കഴിയുക. ഒരു മനുഷ്യനും അത് മുറിച്ചു മാറ്റാൻ പറ്റുക. സോ ഞാൻ ആ ഭാഗം വിടുക. രണ്ടാമത്തെ പോയിന്റ്, മെയിൻ ഹെഡിങ് നമ്മൾ പ്രത്യേക വെളിപ്പാട് സ്പെഷ്യൽ റെവലേഷൻ എഴുതി. അതിന് താഴെ ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാട് വിവിധ നിലകളിലുണ്ട്. അതിൽ ഒന്നാമത്തത് അത്ഭുത പ്രവർത്തികളിലൂടെ. നമ്മൾ വിശദമായിട്ട് അത് വിശദീകരിച്ച് പഠിച്ചു. അടുത്ത രണ്ടാമത്തെ പ്രവാചകന്മാരിലൂടെ ദൈവിക വെളിപ്പാട്. എങ്ങനെയാണ്? പ്രവാചകന്മാരിലൂടെ ദൈവിക വെളിപ്പാട്. നമുക്കറിയാം, ഓരോ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും അത് ജനത്തിന് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് തന്റെ ജനത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ദൈവിക വെളിപ്പാട്, ദൈവിക ആലോചനകളെ പ്രാപിച്ച് അത് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറുന്ന രീതിയാണ് ഈ പ്രവാചകന്മാരുള്ള ദൈവിക വെളിപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യനാണ് അതിനുവേണ്ടി എന്ത് ചെയ്യുന്നത്? ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് മറ്റുള്ളവരോട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. 1 രാജാക്കന്മാർ 17-1. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യം.
1 രാജാക്കന്മാർ 17:1. ഹല്ലേലൂയ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ആമേൻ. നോക്കണം, ഒരിക്കലും പെയ്യുന്ന മഴയെ തടയാൻ ഏലിയാവിന് പറ്റില്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, സോറി 5-ാം അധ്യായത്തിൽ 17-ാം വാക്യം, യാക്കോബ് 5:17. യാക്കോബ് 5:17. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കുന്നതിന് അവർ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ആമേൻ. 3 സംവത്സരവും 6 മാസവും മഴ പെയ്തില്ല. ഏലിയാവിനെ കൊണ്ട് ഒരിക്കലും അങ്ങനെ മഴ പെയ്യിക്കാതിരിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അതൊന്നും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിലെ വിഷയം, വീട്ടിലെ സാഹചര്യം, നിങ്ങൾ ഏൽപ്പിച്ച മിനിസ്ട്രി, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ഏൽപ്പിച്ച സാഹചര്യം ഒരിക്കലും നിങ്ങളെ കൊണ്ട് അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ കൈ ബലഹീനമാണ്, നിങ്ങളുടെ കാലുകൾ ബലഹീനമാണ്, ചിന്തകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ശക്തി പരിമിതിയുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി ഈ വിഷയത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, പ്രവാചകനായ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്നാൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചു, തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇനി മഞ്ഞുമഴയും പെയ്യേല. 3 സംവത്സരവും 6 മാസവും എന്ന് പറഞ്ഞാൽ 3.5 വർഷം മഴ പെയ്തില്ല. ഈ ആകാശത്ത് പെയ്യുന്ന വെള്ളം തടയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? മഞ്ഞിനെ തടയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ടാർപ്പ വിരിച്ചാലൊന്നും നടക്കുന്ന കേസാണോ? അല്ല. അപ്പൊ അത് പെയ്യിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ആ പെയ്യിക്കുന്നതിനെ നിർത്തൽ ചെയ്യാനും ആ ദൈവത്തിനെ കഴിയും. അപ്പൊ ഏലിയാവ് എന്ന വ്യക്തിയല്ല, ഏലിയാവിനെ കൊണ്ട് ഇത് പറയിപ്പിച്ച, ഏലിയാവിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ഏലിയാവിനെ കൊണ്ട് ഇത് സംസാരിപ്പിച്ചൊരു ദൈവമുണ്ട്. ഏലിയാവിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെയാണ് ഏലിയാവ് പറഞ്ഞൊരു വാക്ക് കണ്ടത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. പതിനേഴിന്റെ 1-ൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ. പ്രവാചക ശബ്ദം എന്ന് പറയുന്നത് വ്യക്തിയുടെ വണ്ണമോ പൊക്കമോ കളറോ ആരോഗ്യസ്ഥിതിയോ സാഹചര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല, അതിന്റെ പിന്നിൽ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ശക്തിക്കും ദൈവത്തിന്റെ വ്യക്തിത്വത്തിനും
ദൈവത്തിന്റെ അധികാരത്തിനും ദൈവത്തിന്റെ പ്രൗഢിക്കും ദൈവത്തിന്റെ തേജസ്സിനും ദൈവത്തിന്റെ ബഹുമാനത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും ഒത്തവണ്ണമായിരിക്കും. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവം, സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിന്റെ പൂർണ്ണമായ അധികാര പരിസ്ഥിതിയിൽ നിന്നും പരിധിയിൽ നിന്നുമായിരിക്കും ദൈവം ഒരു സന്ദേശം എന്നിലൂടെയോ നിങ്ങളിലൂടെയോ കൈമാറുന്നത്. അതുകൊണ്ട് അവിടെ ഇടയിൽ നിൽക്കുന്ന മനുഷ്യൻ എന്നില്ല, യാതൊരു വിധമാകുന്ന പ്രശംസയ്ക്ക് മോഹരിയില്ല. പ്രശംസിപ്പാൻ അവനൊന്നും അധികാരമില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് പറഞ്ഞത് കൊണ്ട് അവിടെ ചേർന്നൊരു കാര്യം പറയുക. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, അഭിഷക്തനെ, പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് തന്നാൽ, ഒരു സന്ദേശം തന്നാൽ, അത് നിങ്ങളുടെ വ്യക്തിത്വമോ കളറോ വണ്ണമോ പൊക്കമോ ഒന്നും നോക്കിയിട്ടല്ല. അത് നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞോ, അതിന് പിന്നിൽ നിങ്ങൾക്ക് സന്ദേശം തന്നതാരാണോ പൂർണ്ണ അധികാരം ആ ദൈവത്തിനാണുള്ളത്. പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാണുള്ളത്. തന്നവനാണുള്ളത്. തീയിട്ടവൻ പകരം കൊടുക്കണം. അല്ലെ? അങ്ങനെയല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. തീയിട്ടവൻ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് വളരെ ശക്തമായി, ഞാൻ അതിനകത്ത് മെയിൻ ഭാഗത്തോട്ടൊന്നും വന്നില്ല, പക്ഷെ എന്റെ ആ മുഖവര തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവിക വെളിപ്പാട്, ഓരോ കാലഘട്ടങ്ങളിൽ ദൈവിക ആലോചന ഉദ്ദേശങ്ങളും മാനവജാതിക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളായിരുന്നു. ഇന്നുകൊണ്ട് പ്രവാചകന്മാർ, ഇന്നുകൊണ്ട് സന്ദേശം കൈമാറുന്നവർ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Chapter 4, verse 11 to 16. Hallelujah. Exodus chapter 4, 11 to 16. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെറുക്കനെ കാഴ്ചയുള്ളവനെ കുരുടനെ ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട്. നിർത്തി വായിക്കണേ. അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാൻ അല്ലയോ? ആകെ നീ ചെല്ല്. കണ്ടോ? ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. പൂർണ്ണ അധികാരം ദൈവത്തിന്. ഒരു നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കൽ വന്ന ഊമയായ വ്യക്തിയോട് ദൈവ സൗഖ്യം കൊടുക്കുമ്പോ അവിടെ പരീശന്മാര് സദൂക്യന്മാര് നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇവൻ ഊമയാകാൻ ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തു അല്ലേ? ഇവനിങ്ങനെ ഊമയായിരിക്കാൻ, ചെകിടനായിരിക്കാൻ ഇവന്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തുകൊണ്ടായിരിക്കുന്നു. ഒരു ശാപം അവിടെ പറയുക. അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, അപ്പന്മാർ പച്ചമുന്തിരി കഴിച്ച മക്കളുടെ പല്ല് ഉളുകി പോകും. പച്ചമുന്തിരി കഴിച്ചല്ലേ? എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തിനകത്ത്,
ആ രോഗിയെ സൗഖ്യമാക്കുന്ന ഒറ്റ വിഷയത്തിനകത്ത് സൃഷ്ടാവായ ദൈവം തന്നെ പറയുകയാണ്, അത് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുകയാണ്. പിതാക്കന്മാരുടെ ശാപം അവിടെ മുറിയപ്പെടുകയാണ്. പിതാക്കന്മാർ ചെയ്ത ശാപം അവിടെ മുറിയുകയാണ്. അപ്പന്മാർ ചെയ്താൽ അവരനുഭവിക്കും, മക്കൾ ചെയ്താൽ മക്കൾ അനുഭവിക്കും. നീ നേരോടെ നടന്നാൽ നിനക്ക് കൊള്ളാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നീ മര്യാദക്കാരനാണെങ്കിൽ ഒരു ശാപവും ഇനി ഭരിക്കുകയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തില് അടുക്കുകയില്ല, ഒരനർത്ഥവും നിനക്ക് വരികയില്ല. ഇതാണ് അവിടെ കണക്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇവിടെ യഹോവ ദൈവം പറയുകയാണ്, ഇതെല്ലാം ഞാനല്ലയോ, ഇവയൊക്കെ സൃഷ്ടിച്ചത് ഞാനല്ലേ. വായിച്ചാട്ടെ, ആകയാൽ നീ ചൊല്ലുക. ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ച് ചെയ്തു തരും എന്ന് അരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തു, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽക്കാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായ, നീ അവനും ദൈവമായിരിക്കും. ആമേൻ. മതി മതി മതി. അവിടെ ഒരു പദം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. ഇന്നത്തെ ക്ലാസ് ഞാൻ ആ വായിച്ച ഭാഗം കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു.